കേരളം വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. കേരളം ഏത് മുന്നണിക്കൊപ്പം? ജനപ്രീതി, സാധ്യതകൾ, ട്രെൻഡുകൾ എല്ലാം പക്ഷമില്ലാതെ മൈഫിൻ TV നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പ്രത്യേക തെരഞ്ഞെടുപ്പ് അവലോകനം, പോൾ പൾസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് പരസ്യ പ്രചാരണത്തിന് കൊടിയിറങ്ങിയത്. വിവിധ രാഷ്ട്രീയ അജണ്ടകൾ ഉയർത്തിപ്പിടിച്ച് വിവാദങ്ങൾ നിറഞ്ഞുനിന്ന തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. തുടർഭരണം ലക്ഷ്യമിട്ട് LDF രംഗത്തിറങ്ങിയപ്പോൾ ഭരണമാറ്റം ലക്ഷ്യമിട്ട് UDF ശക്തമായി പ്രചാരണം നടത്തി. ഭരണനിർണയത്തിൽ നിർണായക ശക്തിയാകുമെന്ന ആത്മവിശ്വാസത്തോടെ NDAയും രംഗത്തുണ്ട്. 3 മുന്നണികളുടെയും പ്രവർത്തകർ വലിയ ആത്മവിശ്വാസത്തിലാണ്. വിവേക് കീർത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരളം ഇനി പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എന്തായാലും 3 മുന്നണികൾ ശക്തമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ആർക്കാണ് ഇപ്പം എല്ലാവരും ഒപ്പത്തിനൊപ്പമാണോ അതോ മുൻതൂക്കമുണ്ടോ എന്നുള്ളതൊക്കെ അവരുടെ നമുക്ക് അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ, എന്ത് തോന്നുന്നു? ഇപ്പോഴത്തെ ഈ പ്രചരണം ശക്തമായിട്ട് തുടരുന്നു. UDF എങ്ങനെയാണ് വിജയപ്രതീക്ഷ? കേരളത്തിൽ എത്ര ശതമാനം സീറ്റുകൾ നേടും? കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ 100-ലധികം സീറ്റുമായി UDF തിരിച്ചു വരുന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ വരുന്ന എല്ലാ സർവേകളിലും UDF ശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ 10 വർഷം ഇടതു മുന്നണിയുടെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ പ്രതികരിക്കാനുള്ള ആവേശത്തിലാണ്. ശക്തമായ രീതിയിൽ പ്രതികരിക്കും. വോട്ടിംഗ് ശതമാനം ഒരു നല്ല രീതിയിലുണ്ടാകും. അതിൻ്റെ അനുപാതമായുള്ള UDFൻ്റെ സീറ്റ് വളർച്ച 100-ലധികം സീറ്റുമായി UDF തിരിച്ചു വരും. ഒരു ഭരണമാറ്റം തന്നെ പ്രതീക്ഷിക്കും. ഉറപ്പല്ലേ? 100-ലധികം സീറ്റ് എന്ന് പറയുമ്പോൾ ഭരണമാറ്റമാണല്ലോ. വിവിധ സർവേ പോളുകൾ വരുന്നുണ്ട് ഒപ്പത്തിനൊപ്പമൊക്കെ. അത് LDFും UDFും ഒപ്പത്തിനൊപ്പം BJP ഒരു അട്ടിമറി ഉണ്ടാവുന്നൊക്കെ പോളിംഗ് ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്. അതിനോടൊക്കെ എന്താണ് നിങ്ങളുടെ? അതെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി പെയ്ഡ് സർവേകളാണ്. പെയ്ഡ് ക്യാഷ് കൊടുത്തുകൊണ്ട് സർവേകളെ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഇടതുമുന്നണിയും BJP മുന്നോട്ട് വന്നത്. UDF അത്തരത്തിലുള്ള ഒരു സമീപനം എടുത്തിട്ടില്ല. UDF അറിയാം, 10 വർഷം LDFൻ്റെ ഭരണത്തിനെതിരെയുള്ള പ്രതികരണം തീർച്ചയായും UDF തിരിച്ചു വരുന്ന കാര്യം സംശയമില്ല. അടിത്തട്ടിലെ ജനങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞവരുണ്ട്. പോളിംഗ് ശതമാനം തീർച്ചയായും ഉയരും. കാരണം SIRന് ശേഷം 100% വോട്ടർ പട്ടിക കൃത്യമായി പോകുന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ശതമാനം ഉണ്ടാവും. അതിന് ഗുണം UDFിനുണ്ടാകുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും പൊതുജനം അങ്ങനെ തന്നെയാണ് മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നത്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾക്കും പൂർണ്ണ വിശ്വാസമുണ്ട്. UDF വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് കൂടുതൽ തൊഴിലവസരം ഉണ്ടാക്കും ഞങ്ങൾ. അതാണ് ഞങ്ങളുടെ പ്രധാന അജണ്ട. കൂടാതെ വൃദ്ധജനങ്ങൾക്കും സ്ത്രീകൾക്കുമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് അവരുടെ ജീവിതം നയിക്കാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കും. വിജയപ്രതീക്ഷ എന്ന് വെച്ചാൽ 100%മാണ് ഞങ്ങളുടെ കണക്ക്. അത് പൊതുജനം അങ്ങനെ തന്നെ പറയുന്നത്. ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, പൊതുജനങ്ങളുടെ അഭിപ്രായമാണ് 100%. 100 സീറ്റ് ഉറപ്പിച്ചല്ല. ഇവിടെ ഭൂരിപക്ഷം ഉമ്മ തോമസ് 60,000 വോട്ടിന് വൻ ഭൂരിപക്ഷം ജയിക്കും. പല വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഒന്നും ബാധിക്കൂല. ഇല്ല, തുടരും 100 സീറ്റുമായിട്ട് പോരും. അട്ടിമറി എന്നാലും വലിയ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന 60 മേപ്പോട്ട് ഉമ്മ തോമസ് ജയിച്ചിരിക്കും. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പിണറായി വിജയൻ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ മഹാഭൂരിപക്ഷവും നടപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളെപ്പോലുള്ള വയോജനങ്ങൾക്ക് ആദ്യം ഉമ്മൻചാണ്ടി സർക്കാർ പോയ സമയത്ത് 600 രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ 2000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടിരിക്കുന്നു. അതുമാത്രമല്ല, ഒരു കുടിശ്ശികയും ഇല്ലാതെ മുഴുവൻ വയോജനങ്ങൾക്കും അത് കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു. അങ്ങനെ ഓരോ പ്രഖ്യാപനങ്ങളും കൃത്യമായി നടപ്പാക്കുക മാത്രമല്ല, 54 വർഷം ഇന്ത്യ രാജ്യം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് ഒന്നും നടപ്പാക്കാത്ത ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടപ്പാക്കിയ സർക്കാരാണ് പിണറായി വിജയൻ. അപ്പോൾ 12 വർഷമായി ഇന്ത്യ ഭരിക്കുന്ന BJP ആണെങ്കിലും പറയുന്ന പ്രഖ്യാപനങ്ങളൊന്നും നടപ്പാക്കാറില്ല. കാരണം 68 രൂപ ഉണ്ടായിരുന്ന പെട്രോളിന്റെ വില 50 രൂപയ്ക്ക് തരുമെന്ന് പറഞ്ഞു. ഗ്യാസിന്റെ വില കുറക്കുമെന്ന് പറഞ്ഞു. എല്ലാത്തിൻ്റെയും വില കുറക്കുമെന്ന് പറഞ്ഞെങ്കിലും മനുഷ്യന്റെ വില കുറയ്ക്കുകയല്ലാതെ സാധാരണ മനുഷ്യർക്ക് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് ഏത് ബസ് ചെന്നിരുന്നാലും കേരളം പോലുള്ള സൗഹൃദമായ സംസ്ഥാനം മറ്റൊന്നുമില്ല. ജാതിയും മതവും വർഗവും ഒന്നുമില്ലാതെ എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാ ആളുകൾക്കും സുഖകരമായി ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട്
ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനക്കാർ മാത്രമല്ല, ഇതിനോട് ആഭിമുഖ്യമുള്ള ഒട്ടേറെ പുതിയ പുതിയ അഭ്യുദയകാംക്ഷികൾ കൂടി വന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വീണ്ടും അധികാര തുടർച്ച ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല, അതൊന്നും ജനങ്ങളെ ഏശുന്ന പ്രശ്നവുമല്ല. ഞങ്ങൾ വികസനത്തിൻ്റെ പ്രശ്നം പറഞ്ഞാണ് വോട്ട് ചോദിക്കുന്നത്, ജനങ്ങളുടെ ജീവിത പ്രശ്നം. ആ ജീവിത പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഗിമ്മിക്കുകൾ ഉണ്ടാക്കി, ആശയക്കുഴപ്പം ഉണ്ടാക്കി, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് ചോദിക്കാമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അത് ഇവരുടെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യമാണ് വയനാട് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വീട് വെച്ച് കൊടുക്കാം, ഗവൺമെൻറ്റിനോട് സഹകരിക്കരുതെന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിൽ നിന്ന് അകറ്റി നിർത്തി അവർക്ക് എല്ലാ സൗകര്യവും ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകൾ കേരളം മുഴുവൻ ഫണ്ട് പിരിച്ചിട്ട് 5 കോടി രൂപ പിരിച്ചെന്നാണ് പറയുന്നത്. DYFIയുടെ ചെറുപ്പക്കാർ ആക്രി പെറുക്കി വിറ്റു 100 കോടി രൂപ സമ്പാദിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഈ ചെയ്ത ഫണ്ട് പിരിച്ചതിൻ്റെ കണക്കുണ്ടോ? ഫണ്ട് പിരിച്ചതിന് വല്ല പ്രയോജനമുണ്ടായോ? ആർക്ക് എന്ത് വീട് വെച്ച് കൊടുത്തു? പാവപ്പെട്ട ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് പോലും ഒരാശ്രയമില്ലാത്ത അവരെ സംരക്ഷിക്കുന്നു പറഞ്ഞാൽ അവർക്ക് പോലും ഒരു വീട് വെച്ച് കൊടുത്തില്ല. ഇതാണ് അവരുടെ മോഡൽ, ഇതാണ് അവരുടെ പാരമ്പര്യം. 2011-2016 സർക്കാർ ആ കാലഘട്ടത്തിൽ ചെയ്തതിൻ്റെ ഫലമായിട്ട് 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ ഏകദേശം 90 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ആ 2021 മുതലുള്ള 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ 2016-2021 കാലഘട്ടത്തിൽ പിണറായി സർക്കാരിനെ ഇടതുപക്ഷ മുന്നണിയെയും ചെയ്യാവുന്ന ദ്രോഹങ്ങൾ മുഴുവൻ പ്രതിപക്ഷം ചെയ്തു. ഞങ്ങൾ അഴിമതിക്കാരാണ്, തട്ടിപ്പുകാരാണ്, വെട്ടിപ്പുകാരാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ജനം അന്ന് ഇടതുപക്ഷത്തിൻ്റെ കൂടെ 99 സീറ്റാണ് ഞങ്ങൾക്ക് എന്നാൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് 115 സീറ്റോളം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്നു. കാരണം ഞങ്ങൾ മറ്റുള്ളവരെ പോലെ വനവാസത്തിന് പോകുന്നില്ല, മറിച്ച് ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു, ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ. അതുകൊണ്ടാണ് ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് 115 സീറ്റ് കിട്ടും. അതൊരു തർക്കമൊന്നുമില്ല. 100-ലധികം സീറ്റ്, 115 സീറ്റാണ് പ്രതീക്ഷ. 100-ലധികം സീറ്റിലോടുകൂടി നമ്മൾ ഈ ഭരണത്തിലേക്ക് വരും. അത് ഉറച്ച തീരുമാനം. തീർച്ചയായും ഈ സമസ്ത മേഖലയിലും വികസനം നടത്തി കാണിച്ചു കൊടുത്ത സർക്കാരാണ് 10 വർഷക്കാലം. ഇനി അത് തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാ സർവേകളിലും UDFന് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പിച്ച് ഒരു സർവേയും പറയുന്നില്ല. ഒപ്പത്തിനൊപ്പം മാതൃഭൂമിയുടെ സർവേയിൽ 78 സീറ്റ് മുതൽ 80 സീറ്റ് വരെ ഇടതുപക്ഷത്തിന് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ഇവർക്ക് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്? ആരുടെ പിന്തുണയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്? ഇടതുപക്ഷം ജാത്ര നടത്തി വിജയം കൈവരും. ഇത്തവണ താമര വിരിയും എന്ന് മാത്രമല്ല, ഇത്തവണ കേരളം ആര് ഭരിക്കണമെന്ന് BJPയുടെ MLA തീരുമാനിക്കേണ്ട ഒരു ഗതികേടാണ്, അല്ലെങ്കിൽ ആ നിലയിലേക്കാണ് ഇന്ന് BJPയുടെ പോക്ക്. അതായത് രണ്ട് പാർട്ടിക്കും തുല്യമായി വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ BJPയുടെ വോട്ടില്ലാതെ ഒരു പാർട്ടിക്കും ഭരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നടപാടാകാൻ പോകുന്നത് എന്നുള്ള ഒരു ശുഭവിശ്വാസം BJP പ്രവർത്തകർ എല്ലാവർക്കും ഉണ്ട്. അതിൽ യാതൊരു സംശയവും നമുക്കില്ല. എത്ര സീറ്റ് വരെ നേടുമെന്നാണ് പ്രതീക്ഷ? 20ഓളം സീറ്റ് വരെ പിടിക്കാമെന്ന് നമുക്ക് ഒരു വ്യക്തമായ ധാരണ ഇന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. എന്നാലും ഇത്തവണത്തെ കേരളത്തിൽ താമര ഒത്തിരി വിരിയുമെന്നുള്ള പ്രതീക്ഷയാണ്. അതായത് ഈ നാട്ടിലെ ദുർഭരണം, ലവ് ജിഹാദ് തുടങ്ങിയ അതുപോലെയുള്ള ഒരു പ്രവർത്തനമാണ് ഒരു വിഭാഗം ചെയ്യുന്നെങ്കിൽ മറുവിഭാഗം നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തെ നശിപ്പിക്കുന്ന ഇത് ഒരു തത്വമാണ് മുന്നിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്യും. ഇത്തവണ BJPക്ക് അതിഭയങ്കരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ നമ്മുടെ ജനങ്ങൾ തീരുമാനിക്കും എന്നുള്ളതിൽ BJPക്ക് യാതൊരു സംശയവുമില്ല. അതായത് കേരളത്തിൽ ഇത്തവണ കൂടുതൽ താമര വിരിയുമെന്നാണ് BJP പ്രവർത്തകരുടെ ആത്മവിശ്വാസം. എന്തായാലും അവസാന നിമിഷം 3 മുന്നണികളും വളരെ ശക്തിയേറിയ പ്രചാരണവുമായിട്ട് കൊഴുപ്പിച്ചിരിക്കുകയാണ്. ഇനി വളരെ മണിക്കൂറുകൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ. എന്തായാലും 3 മുന്നണികൾ വളരെയധികം പ്രചാരണം നടത്തി കഴിഞ്ഞു. അത് ശക്തിയേറിയ പോരാട്ടമായിരിക്കും. എന്തായാലും ബലം കാത്ത് കേരളം
ഉറ്റുനോക്കുന്ന ഇത്തവണ കേരളം ഉറ്റുനോക്കുന്ന ഒരു ഫലം തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ക്യാമറമാൻ ഫെബിയോടൊപ്പം വിവേക് കീർത്തി. അതെ, ഇന്നത്തോടുകൂടി മുന്നണികളെല്ലാം തന്നെ വലിയൊരു ശുഭ പ്രതീക്ഷയിലാണ്. ഇന്നത്തോടുകൂടി പരസ്യ പ്രചാരണം കൊട്ടിക്കലാശിച്ചിരിക്കുന്നു. നാളെ നമുക്ക് അറിയാം നിശബ്ദ പ്രചാരണമാണ് കേരളത്തിലുടനീളം നടക്കുക. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലെത്തുകയും ചെയ്യും. മെയ് 4-നാണ് കേരളത്തിൻ്റെ വോട്ടെണ്ണൽ, അതായത് വിധി അറിയുന്നത് മെയ് 4-നാണ്. വിവേക് കീർത്തി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.